Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ച് സാറാണ്. SSLC ഇംഗ്ലീഷ് ഗ്രാമറിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം വരുന്ന ടോപ്പിക്ക് എപ്പോഴും കോൺവെർസേഷൻ കംപ്ലീഷനാണ്. കോൺവെർസേഷൻ കംപ്ലീഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് അത് ഒന്നിലധികം ഗ്രാമർ ഐറ്റംസിൻ്റെ ഒരു കൺസോളിഡേഷൻ ആണ് എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റൻ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അറിവുകൾ എന്ത് ചെയ്യണം, ഒരു സ്ഥലത്ത് ഉപയോഗിക്കണം. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് 2026 SSLC എക്സാമിന് മുമ്പ് കേരള സർക്കാർ പബ്ലിഷ് ചെയ്ത 3 സെറ്റ് ഓഫ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ആ 3 സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെയും കോൺവെർസേഷൻ കംപ്ലീഷൻ്റെ ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ ലൈവായിട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അതുകൊണ്ട് ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 2x സ്പീഡിലിട്ടത് കാണാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള ചോദ്യം വരുമ്പോൾ മാത്രം സ്പീഡ് കുറച്ച് ഫോക്കസ് ചെയ്യാം, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം. ആൻഡ് ഒന്ന് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നോക്കൂ, ഹിയർ കംസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കോൺവെർസേഷൻ കംപ്ലീഷൻ എന്ന് പറഞ്ഞൊരു ചോദ്യം. ഇത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് A 2026 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഈ ചോദ്യം, അല്ലെങ്കിൽ ഏത് ചോദ്യം ആയിക്കോട്ടെ, നമ്മളെപ്പോഴും ഏത് ചാപ്റ്ററിൽ നിന്നാണോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് ആ ചാപ്റ്ററിലെ കോണ്ടെക്സ്റ്റ് മനസ്സിൽ വെച്ചിട്ടേ ഇത് ചെയ്യാവുള്ളൂ. നമുക്ക് ഗ്രാമർ അറിയാവുന്നതുകൊണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് അറിയാവുന്നതുകൊണ്ട്, നമുക്ക് WH ക്വസ്റ്റ്യൻ എങ്ങനെ ഫോം ചെയ്യാം എന്നറിയാവുന്നതുകൊണ്ട് നമുക്കിത് പൂർണ്ണമായും ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നൊരു നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് കുറച്ചൊക്കെ നമ്മുടെ ലോജിക്ക് അപ്ലൈ ചെയ്യണം. ഗ്രാമർ മാത്രമായിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന ചോദ്യങ്ങളിലൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ടോ, ആ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് അറിയോ, അതിനുള്ള എക്സാമ്പിൾ നമുക്ക് ഈ ചോദ്യത്തിൽ തന്നെ കാണാൻ നോക്കും. ഇവിടെ ബബ്ലു ആണ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബബ്ലു എന്താ പറയുന്നത്? ഗൗരി, ഗസ് വാട്ട്, ഐ ഹാവ് ഗോട്ട് സംതിങ് സ്പെഷ്യൽ ഫോർ യു ടുഡേ. ആദ്യം നിങ്ങളിതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ കാമായിട്ട്, കമ്പോസ്ഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യനെ വായിക്കാം. എന്നിട്ട് നിങ്ങൾ പഠിച്ച ആ ചാപ്റ്ററൊക്കെ നിങ്ങളുടെ തലയിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ബബ്ലു ഗൗരിയോട് പറയുന്നു, ഗസ് വാട്ട്, ഒന്ന് ഗസ് ചെയ്യൂ. ഐ ഹാവ് ഗോട്ട് സംതിങ് സ്പെഷ്യൽ ഫോർ യു ടുഡേ. ഞാൻ നിനക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഗൗരി ചോദിക്കുന്നു, റിയലി, ശരിക്കും? എന്നിട്ട് എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നു. നമ്മുടെ ലോജിക്കാണ്. ഒരാൾ വന്നിട്ട് പറയുകയാണെന്ത്, ഞാൻ നിനക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തിരിച്ച് ചോദിക്കുമോ, ശരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേരെന്താ ചോദിക്കുമോ? ഇല്ല. കാരണം എന്താ, ഒരാൾ എന്തോ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ചോദിക്കേണ്ടത്? എന്താണത്? എന്താണ് കൊണ്ടുവന്നത്? വാട്ട് ഹാവ് യു ഗോട്ട് ഫോർ മീ? ഇനി വേണ്ട, നിങ്ങൾ ആൻസറിലേക്ക് നോക്ക്. ആൻസർ എന്താ? ഇറ്റ് ഈസ് എ പാക്ക് ഓഫ് സാനിറ്ററി നാപ്കിൻസ്. ഉത്തരം അല്ലേ? നമ്മളൊരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആൻസർ നമുക്ക് എന്തെങ്കിലും ക്ലൂസ് എടുക്കാൻ പറ്റുമോ നോക്കാം. സോ ഇതാണ് ആൻസർ. എന്ത്? ഇറ്റ് ഈസ് എ പാക്ക് ഓഫ് സാനിറ്ററി നാപ്കിൻസ്. അപ്പോൾ ആൻസർ കൃത്യമായിട്ട് വായിക്കാം. ഇറ്റ് ഈസ് എ പാക്ക് ഓഫ് സാനിറ്ററി നാപ്കിൻസ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? എങ്ങനെ? ഇറ്റ് ഈസ് എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. നമുക്കറിയാവുന്ന കാര്യം, ഇനി നമുക്കറിയാവുന്ന ഗ്രാമർ റൂളുകളെ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു WH ക്വസ്റ്റ്യൻ ആണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല. കാരണം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ യെസ്സിലോ നോയിലോ അല്ലെങ്കിൽ സിമിലർ വേർഡ്സിലോ സ്റ്റാർട്ട് ചെയ്തേനെ. അപ്പോൾ നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത് ഒരു യെസ് ഓർ നോ അല്ല, WH ക്വസ്റ്റ്യൻ ആണ്. സോ WH ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് നമുക്കറിയാം. ആദ്യം ഒരു ക്വസ്റ്റ്യൻ വേർഡ് വേണം. വാട്ട്, വിച്ച്, വേർ, വൈ, വെൻ, ഹൂ, ഹൗ, ഹൗ ലോങ്, ഹൗ ഫാർ, ഹൗ മച്ച്. ഇതിൽ ഏതെങ്കിലും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ്, പിന്നെ ഓക്സിലറി വേർബ്, പിന്നെ സബ്ജക്റ്റ്, അടുത്തത് മെയിൻ വേർബ്, ദെൻ അതേഴ്സ്. ഇതാണ് ഫോർമാറ്റ്. പക്ഷെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഒരു WH ക്വസ്റ്റ്യൻ്റെ ജനറൽ ഫോർമാറ്റ് ക്വാസ്മോ എന്നാണ്. ഫോർ എക്സാമ്പിൾ, വേർ ആർ യു ഗോയിങ് ടുഡേ. അവിടെ വേർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡാണ്, ആർ എന്ന് പറയുന്നത് ഓക്സിലറി വേർബാണ്, യു സബ്ജക്റ്റ് ആണ്, ഗോയിങ് മെയിൻ വേർബാണ്, ടുഡേ അതേഴ്സ് ആണ്. എന്നാൽ വേർ ആർ യു ഗോയിങ് എന്ന് ചോദിച്ചാലോ, അവിടെ വേർ ക്വസ്റ്റ്യൻ വേർഡ്, ആർ ഓക്സിലറി വേർബ്, യു സബ്ജക്റ്റ്, ഗോയിങ് മെയിൻ വേർബ്. അവിടെ ക്വാസ്മോ കംപ്ലീറ്റ് ഇല്ല. ഇനി ഹൂ ആർ യു എന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്തേ ഉള്ളൂ? ഹൂ ക്വസ്റ്റ്യൻ വേർഡ്, ആർ ഓക്സിലറി വേർബ്, എസ് സബ്ജക്റ്റ്, അത്രേ ഉള്ളൂ, മെയിൻ വേർബ് ഇല്ല. അപ്പോൾ എപ്പോഴും ഇതൊരു ജനറൽ ഫോർമാറ്റ് ആണ്. ദാറ്റ് ഡസൻറ്റ് മീൻ എവറി WH ക്വസ്റ്റ്യൻ ഇൻ ഇംഗ്ലീഷ് വിൽ ഫോളോ ദ സെയിം കംപ്ലീറ്റ് ഫോർമാറ്റ്. That's not how it works. Okay? Get that into your thick skull. നോക്കൂ, അപ്പോൾ എന്താണത് എന്ന് ചോദിക്കണം. എന്താണത് എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യം വേണ്ടത് ക്വസ്റ്റ്യൻ വേർഡാണ്. എന്ത്? അതിന് നിങ്ങൾ നിങ്ങളുടെ ലോജിക്ക് അപ്ലൈ ചെയ്യണം, നിങ്ങളുടെ പ്രീവിയസ് നോളജ് അവിടെ അപ്ലൈ ചെയ്യണം. എന്ത് എന്നതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് വാട്ടാണ്. എന്ത് എന്നതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? വാട്ടാണ്. ദെൻ അടുത്തത്
ഓക്സിലറി വേർബാണ്. വാട്ട് വാസ് ഇറ്റ് എന്നാണോ ചോദിക്കേണ്ടത്? അല്ല. ഉത്തരം എന്താണ്? ഉത്തരം ഇത് ഒരു സാനിറ്ററി നാപ്കിൻസ്, ഇറ്റ് ഈസ് എ പാക്ക് ഓഫ് സാനിറ്ററി നാപ്കിൻസ് ആണ്. അപ്പോൾ ഉത്തരത്തിൽ ഈസ് ആയതുകൊണ്ട് ചോദ്യത്തിലും അതേ ഓക്സിലറി വേർബ്. സോ വാട്ട് ഈസ്. ഇനി അടുത്തത് ശരിക്കും ഞാൻ ചോദിക്കേണ്ടത് ദാറ്റ് എന്നാണ്. വാട്ട് ഈസ് ദാറ്റ്, എന്താണത്? അപ്പോൾ പറയുന്നു ഇറ്റ് ഈസ് എ പാക്ക് ഓഫ് സാനിറ്ററി നാപ്കിൻസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, സർ ഇവിടെ ദാറ്റ് അല്ലല്ലോ, ഉത്തരത്തിൽ ഇറ്റ് അല്ലേ വരുന്നത്, അപ്പോൾ വാട്ട് ഈസ് ഇറ്റ് എന്നല്ലേ ചോദിക്കേണ്ടത്? യു കീപ് ഇറ്റ് വെരി സിമ്പിൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതാണ് ഇത് ഹാൻഡ് വാഷ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദാറ്റ്. നിങ്ങൾ എന്നോട് എന്താ ചോദിക്കുക? വാട്ട് ഈസ് ദാറ്റ്. കാരണം നിങ്ങൾ അപ്പുറത്താണ് നിൽക്കുന്നത്, നിങ്ങളുടെ കയ്യിലല്ല സാധനം ഉള്ളത്. വാട്ട് ഈസ് ദാറ്റ്. അപ്പോൾ ഞാൻ പറയുമോ ദാറ്റ് ഈസ് എ ബോട്ടിൽ ഓഫ് സാനിറ്ററി നാപ്കിൻസ്? ഇല്ല. ഞാൻ എന്താ പറയുക? ഞാൻ പറയാം ഇറ്റ് ഈസ് എ ബോട്ടിൽ ഓഫ് സാനിറ്ററി നാപ്കിൻസ് ആണ്, കാരണം എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ടാണ് ബബ്ലു എന്ത് പറയുന്നത്? ഇറ്റ് ഈസ്. പക്ഷെ നിങ്ങൾ ചോദിക്കുമ്പോൾ, ഗൗരി ചോദിക്കുമ്പോൾ വാട്ട് ഈസ് ദാറ്റ്. അതല്ലേ ലോജിക്ക്? റെഡി. അടുത്തത്. അപ്പോൾ ഗൗരി സാനിറ്ററി നാപ്കിൻസ്. സാനിറ്ററി നാപ്കിൻസ് ആണോ? ബട്ട് ഐ ഹാവ് ഹേർഡ് ദേ ആർ വെരി എക്സ്പെൻസീവ്. പക്ഷെ ഞാൻ കേട്ടല്ലോ അവ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന്. ക്വസ്റ്റ്യൻ ടാഗാണ് എഴുതേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം എന്താ, ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അല്ലേ? ബട്ട് നോക്കണ്ട നിങ്ങൾ. ഐ ഹാവ് ഹേർഡ് ദേ ആർ വെരി എക്സ്പെൻസീവ്, ഇവിടെ ഒരു കോമ, സ്പേസ്, ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഐ ഹാവ് ഹേർഡ് ദേ ആർ വെരി എക്സ്പെൻസീവ് ഒരു ക്വസ്റ്റ്യൻ ടാഗ് എഴുതണം. അപ്പോൾ ചില ആൾക്കാർ എന്ത് എഴുതുന്നറിയോ? ചില ആൾക്കാർ ഇവിടെ ഹാവ് ഉണ്ട്, ഇവിടെ ഐ ഉണ്ട്, അതുകൊണ്ട് പോയിട്ട് ഹാവിൻ്റെ എന്ന് എഴുതും. ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇതിൻ്റെ ലോജിക്ക് എന്താ? ഞാൻ കേട്ടല്ലോ അവ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നിങ്ങൾ എന്താ ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് എ ക്വസ്റ്റ്യൻ ടാഗ്? ഒരു കാര്യം നമുക്ക് ഉറപ്പല്ലാത്ത ഒരു ഡാറ്റ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക? കൺഫേം ചെയ്യാം അല്ലേ? യു സോ ദ മൂവി യെസ്റ്റർഡേ ഡിഡ്ന്റ് യു? നീ ഇന്നലെ മൂവി കണ്ടു അല്ലേ? ഷീ ഈസ് എ ഗുഡ് ഡാൻസർ ഈസിൻ ഷീ? അവളൊരു നല്ല ഡാൻസറാണ് അല്ലേ? നിങ്ങൾ പറയോ ഞാൻ കേട്ടല്ലോ അവ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന്? ഞാൻ കേട്ടോ? പറയോ? നിങ്ങൾ കേട്ടോ? നിങ്ങൾക്ക് അറിയില്ല, പിന്നെ നിങ്ങൾ എന്തിനാ കൺഫേം ചെയ്യുന്നത്? ഞാൻ കേട്ടല്ലോ അവ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന്. ഞാൻ കേട്ടോ? അല്ല. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കേണ്ടത്? ദേ ആർ വെരി എക്സ്പെൻസീവിനാണ് ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കേണ്ടത് അല്ലേ? ഞാൻ കേട്ടല്ലോ ദേ ആർ വെരി എക്സ്പെൻസീവ്, അവ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് എന്താ? അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ എന്ത് എഴുതുന്നു? അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് കിട്ടാൻ വളരെ എളുപ്പമാണ്. നമ്മൾ എന്ത് എഴുതുന്നു? ആദ്യം ഓക്സിലറി വേർബ് എഴുതുന്നു. ദേ ആർ വെരി എക്സ്പെൻസീവ്. അപ്പോൾ ഓക്സിലറി വേർബ് ആറാണ്. ദേ ആർ വെരി എക്സ്പെൻസീവ്. സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ നോട്ട് ഒന്ന് ചേർക്കണം. ഇനി ഈ സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഒന്നും ചേർക്കേണ്ട. സബ്ജക്റ്റ് ഏതാ? ദേ എന്ന് എഴുതിയാൽ മതി. ഈ സെൻറ്റൻസ് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്. അപ്പോൾ ചില ആൾക്കാർ ആലോചിക്കും ദേ ആർ വെരി എക്സ്പെൻസീവ്, അവ ഭയങ്കര ചിലവേറിയതാണ്. ചിലവ് കൂടുക എന്ന് പറയുമ്പോൾ നെഗറ്റീവ് അല്ലേ? അല്ല. ഒരു സെൻറ്റൻസ് നെഗറ്റീവ് ആവണമെങ്കിൽ ആ സെൻറ്റൻസിൽ എന്തുണ്ടായിരിക്കണം? നെഗറ്റീവ് വേർഡ്സ് ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണ് ഒരു സെൻറ്റൻസിൽ വരാൻ സാധ്യതയുള്ള നെഗറ്റീവ് വേർഡ്സ്? നോ, നോട്ട്, നത്തിങ്, നെവർ, നോബഡി, നിൽ, നെയ്തർ, നൺ. ഇതൊക്കെ ന് അല്ലെങ്കിൽ നോ എന്നർത്ഥം തോന്നുന്ന വേർഡ്സ് ഉണ്ട്. ഇനി അല്ല, വേറെ കുറച്ച് ആൾക്കാരുണ്ട് ലിറ്റിൽ, ഫ്യൂ. ലിറ്റിൽ വന്നാലും ഫ്യൂ വന്നാലും ആ സെൻറ്റൻസ് നെഗറ്റീവ് ആവും. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ലിറ്റിൽ നോളജ് ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്തമാറ്റിക്സിൽ ഒരു വിവരം ഇല്ല എന്നാണ്. എന്നാൽ ഐ ഹാവ് എ ലിറ്റിൽ നോളജ് ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് മാത്തമാറ്റിക്സിൽ കുറച്ച് വിവരമുണ്ട് എന്നാണ്. സോ എ ലിറ്റിൽ, എ ഫ്യൂ, കുറച്ച്, അത് പോസിറ്റീവാണ്. ലിറ്റിലും ഫ്യൂവും നമ്മൾ സെമി നെഗറ്റീവ്സ് എന്നാണ് പറയുക, പക്ഷെ അത് വന്ന സെൻറ്റൻസ് നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം. അതുപോലെ കുറച്ച് ആൾക്കാരുടെ ഉണ്ട്. ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, സെൽഡം, ബെയർലി. ഇവർ 5 പേരും നെഗറ്റീവാണ്. ഫോർ എക്സാമ്പിൾ, ഷീ ഹാർഡ്ലി ഗോസ് ടു സ്കൂൾ. ഷീ ഹാർഡ്ലി ഗോസ് ടു സ്കൂളിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഡസ് ഷീ ആണ്, ഡസിൻ ഷീ അല്ല. കാരണം എന്താ? ഷീ ഹാർഡ്ലി ഗോസ് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ ആ സെൻറ്റൻസ് എന്തായി? നെഗറ്റീവായി. കാരണം അവിടെ ഹാർഡ്ലി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഗോസ് എന്ന് ഡസ് എടുക്കുന്നു, എന്നിട്ട് സബ്ജക്റ്റ് എഴുതുന്നു, നോട്ട് ചേർക്കുന്നില്ല, ഡസ് ഷീ. ലോജിക്കലി മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? ആർ ഡാഷ് ഇതെന്താണ്? ഇത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത് പോസിറ്റീവ് ആകുമ്പോൾ ഞാൻ എന്ത് ആഡ് ചെയ്യുന്നു? നോട്ട് ആഡ് ചെയ്യുന്നു. ഇവിടുത്തെ സബ്ജക്റ്റ് ദേ ആണ്. അവ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അല്ലേ? അവ അല്ലേ എന്നാണ് ചോദ്യം. സോ രണ്ടാമത്തെ ആൻസർ കിട്ടി. എന്താണ് രണ്ടാമത്തെ ആൻസർ? ആറിൻ്റെ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ലൈവ് അല്ലെങ്കിൽ ഈ വീഡിയോ, ഇത് ലൈവ് അല്ലല്ലോ അല്ലേ, ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത്. ബിക്കോസ് ആസ് എ ടീച്ചർ അത് എനിക്ക് ഒരുപാട് കോൺഫിഡൻസും ഒരുപാട് മോട്ടിവേഷനും തരും. ഓക്കെ, റെഡി? നോക്കൂ. അപ്പോൾ ബബ്ലു പറയാണ് യെസ് 40 rupees എ പാക്ക്. അതെ, 40 രൂപയാണ് ഒരു പാക്കിന്. എന്നിട്ട് പറയാണ് യു ഹാഡ് ബെറ്റർ ഡാഷ്. നോക്കിയോളേ,
സാധാരണഗതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വായിച്ചു നോക്കും അല്ലേ, നമ്മളൊന്ന് വായിച്ചു നോക്കാം. ഐ നോ ദേ ആർ ഹെൽത്തിയർ ദാൻ റാക്സ്. എനിക്കറിയാം അവ റാക്സിനേക്കാൾ ഹെൽത്തിയർ ആണ്, റാക്സിനേക്കാൾ എന്താണ്, ആരോഗ്യപരമാണ്. ബട്ട് ഇഫ് ഷാലു ആൻഡ് ഐ സ്റ്റാർട്ട് ബൈയിങ് ദിസ് എവറി മന്ത്, പക്ഷെ ഞാനും നിങ്ങളുടെ പെങ്ങൾ ഷാലുവും കൂടെ എല്ലാ മാസവും ഇത് വാങ്ങാൻ തുടങ്ങിയാൽ അത് ഇഫ് ക്ലോസ് ആണ്, അത് പരിപാടി മാറി. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക? യു ഹാഡ് ബെറ്റർ. നമുക്കറിയാവുന്ന റൂൾ ഉണ്ട്, എന്ത്, ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ വേർബിൻ്റെ ബേസ് ഫോം അല്ലെങ്കിൽ V1 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അറിയാമല്ലോ, യു ഹാഡ് ബെറ്റർ സ്റ്റഡി വെൽ, യു ഹാഡ് ബെറ്റർ ടു സ്റ്റഡി വെൽ എന്ന് പറയാൻ പാടില്ല. യു ഹാഡ് ബെറ്റർ റീഡ് ദ ടെക്സ്റ്റ് ബുക്ക്, യു ഹാഡ് ബെറ്റർ ടു റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയാൻ പാടില്ല. ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ V1. ശരി, പക്ഷേ എനിക്ക് വളരെ റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു V1 ബേസ് ഫോം ഇവിടെ എഴുതാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, അവിടെ നിങ്ങളുടെ ലോജിക്ക്, കോമൺ സെൻസ് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഒരാൾ പറയാണ്, ഒരാൾ സാനിറ്ററി നാപ്കിൻസിൻ്റെ പാക്ക് കൊടുക്കുന്നു, അതിന് പൈസ ഉണ്ടെന്നൊക്കെ പറയുന്നു, എന്നിട്ട് പറയാണ് യു ഹാഡ് ബെറ്റർ, അല്ലെ ഈ സാനിറ്ററി നാപ്കിൻസിൻ്റെ പാക്ക് വെച്ചിട്ട് സാമ്പാർ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവോ? യു ഹാഡ് ബെറ്റർ മേക്ക് സാമ്പാർ വിത്ത് ദിസ് പാക്ക് ഓഫ് സാനിറ്ററി നാപ്കിൻസ്. സോറി, അങ്ങനെ പറയാൻ പാടില്ലോ, അങ്ങനെ ചെയ്യോ? ഇല്ല. അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടാവുക? യു ഹാഡ് ബെറ്റർ സാനിറ്ററി നാപ്കിൻസ് കൊടുത്തിട്ട് നിങ്ങൾ എക്സാമിനർ നിങ്ങളുടെ ആൻസർ കീയിൽ ഈ വേർഡ് ഉണ്ടോയെന്നേ നോക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ ഈ വേർഡ് യു ഹാഡ് ബെറ്റർ യൂസ് ഇറ്റ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്ത്, അതൊരു കുഴപ്പമില്ല, എങ്ങനെ, ദ യു ഹാഡ് ബെറ്റർ യൂസ് ഇറ്റ് ബിക്കോസ് ദേ ആർ ഹെൽത്തിയർ ദാൻ റാക്സ്. അപ്പോൾ നിങ്ങൾക്ക് പറയാം ഐ നോ ദേ ആർ ഹെൽത്തിയർ ദാൻ റാക്സ്. പക്ഷേ ആ ഉത്തരം കിട്ടണമെങ്കിൽ അത് പറയണമെന്നില്ല, എന്താ, യു ഹാഡ് ബെറ്റർ യൂസ് ഇറ്റ്, നിനക്കിത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഭർത്താവ് പറയുമ്പോൾ ഭർത്താവിനോട് പറയാണ് ശരിയാണ്, ഉപയോഗിക്കണം അല്ലേ, അത് റാക്സിനേക്കാൾ ഹെൽത്തിയർ ആണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ ബട്ട് ഇഫ് ഷാലു ആൻഡ് ഐ സ്റ്റാർട്ട് ബൈയിങ് ദീസ് എവറി മന്ത്, ഇഫ് ക്ലോസ് ആണ്. നമുക്കറിയാവുന്ന കാര്യമുണ്ട്, നമ്മൾ ഇഫ് ക്ലോസ് കിട്ടുന്ന സമയത്ത് എപ്പോഴും ഇഫ് ക്ലോസിലെ വേർബ് ഏതാണെന്ന് നോക്കുക, ഇഫ് ക്ലോസിലെ വേർബ് ഏതാണെന്ന് നോക്കുക. ഇവിടെ സ്റ്റാർട്ട് ബൈയിങ് ആണ്, ഇനി സ്റ്റാർട്ട് ബൈയിങ് ആണെങ്കിൽ സ്റ്റാർട്ടാണ് മെയിൻ വേർബ്, സോ നമ്മൾ V1 ആണ്. നമുക്കറിയാവുന്ന കാര്യമുണ്ട്, ഇഫ് ക്ലോസിൽ V1 ആണ് വന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് വരണം? വിൽ പ്ലസ് V1 ക്യാൻ പ്ലസ് V1 വരണം. ശരിയല്ലേ? ഇഫ് ക്ലോസിൽ V1 ആണ് വന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ, അല്ലേ, നമുക്കറിയാവുന്ന കാര്യത്തെ നമ്മളൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്യണം. ഇഫ് ക്ലോസിൽ നിങ്ങൾക്ക് ഇഫുള്ള ക്ലോസിലാണല്ലോ, ഇഫ് ക്ലോസ് ആണല്ലോ തന്നത്, ഇഫ് ക്ലോസിൽ V1 ആണ് തന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 അല്ലെങ്കിൽ ക്യാൻ പ്ലസ് V1 ആണ് വരിക. ഇഫ് ക്ലോസിൽ V2 ആണ് തന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 അല്ലെങ്കിൽ കുഡ് പ്ലസ് V1 ആണ് തരാം. ആൻഡ് ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ആണ് തന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ ശ്രദ്ധിച്ചോളേ വുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3 ആണ് തരാം. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ആണ് പറഞ്ഞത്, അവിടെ ഒരു V3 കൂടെ ഉണ്ട്. എന്നാൽ ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോ, ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിൽ നിങ്ങളെ മനഃപൂർവ്വം തെറ്റിക്കാൻ വേണ്ടി ഇഫ് ക്ലോസിൽ ഹാഡ് മാത്രം തരും. അതെന്താ സെൻറ്റൻസ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാഡ് എ ഡ്രീം, ഇഫ് യു ഹാഡ് എ ഡ്രീം അല്ലേ, അല്ലെങ്കിൽ ഇഫ് ഐ ഹാഡ് വിങ്സ്, എനിക്ക് ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ, നമുക്ക് അങ്ങനെ നോക്കാം. ഇഫ് ഐ ഹാഡ് വിങ്സ്, ഇഫ് ഐ ഹാഡ് വിങ്സ്, ഇഫ് ഐ ഹാഡ് വിങ്സ്. ഇവിടെ നിങ്ങൾക്ക് ഹാഡ് പ്ലസ് V3 തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഹാഡ് എന്നുള്ളത് V2 എന്നുള്ള മെയിൻ വേർബായിട്ടാണ് ഉപയോഗിച്ചത്, മനസ്സിലാക്കുക. അതായത് V2 ആണ്. അപ്പോൾ നിങ്ങൾ V2 വന്നാൽ വുഡ് പ്ലസ് V1 ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഹാഡ് കാണുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് വുഡ് ഹാഡ് പ്ലസ് V3 പോകരുത്. വെറും ഹാഡ് ആണെങ്കിൽ വേർബ് ഇല്ലാതെ, വിങ്സ് വേർബ് അല്ലല്ലോ, സോ ഞാൻ എന്താ ചെയ്യുക, ഐ വുഡ് ഫ്ലൈ എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർമ്മിച്ച് വെക്കണേ. ഡൺ. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ സിമ്പിളാണ്, ഇവിടെ V1 ആണ് വന്നത്. അപ്പോൾ ഇവിടെ എന്ത് വേണം? വിൽ പ്ലസ് V1 അല്ലെങ്കിൽ ക്യാൻ പ്ലസ് V1 വേണം. യെസ്, ക്യാൻ പ്ലസ് V1 വേണം. ഇനി ക്യാനിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡ് ഉണ്ട് അല്ലേ, ക്യാൻ പ്ലസ് V1 ആവാം, അല്ലെങ്കിൽ എന്ത് വരാം, മേ പ്ലസ് V1 ആവാം. കാരണം ആ കാറ്റഗറി പെടുന്ന പ്രസൻറ്റ് ഓക്സിലറി വേർബ്, മൊഡാൽ ഓക്സിലറി വേർബ്സ് ആണത്. ഓക്കെ, ശരി, നോക്കിക്കോളേ. അപ്പോൾ ഇവിടെ എന്താണ്, ബട്ട് ഇഫ് ഷാലു ആൻഡ് ഐ സ്റ്റാർട്ട് ബൈയിങ് ദിസ് എവറി മന്ത്, ഞാനും ഷാലുവും ഇതെല്ലാ മാസവും വാങ്ങാൻ തുടങ്ങിയാൽ, നിങ്ങൾ ഈ വൈൽഡ് കേസ് ഇമാജിൻ ചെയ്യുക. ഞാൻ ഈ പറയുന്ന കേസ് ഇമാജിൻ ചെയ്യുക. എങ്ങനെയാണെന്ന് അറിയോ, പെട്രോളിൻ്റെ വില ഇങ്ങനെ കൂടാൻ തുടങ്ങിയാൽ, എന്നിട്ട് ഞാൻ എന്തോ ഒരു സാധനം പറയുന്നു, പെട്രോളിൻ്റെ വില ഇങ്ങനെ കൂടാൻ തുടങ്ങിയാൽ ഡാഷ് എന്തോ പറയുന്നു. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തേക്ക് ആൾ പറയുകയാണ് അത് ശരിയാണ്,
വാഹനങ്ങളൊന്നും നിരത്തിലിറക്കാൻ പറ്റില്ല. അത് ശരിയാണ്, വാഹനങ്ങളൊന്നും നിരത്തിലിറക്കാൻ പറ്റില്ല. സെയിം ലോജിക്കാണ്. അപ്പോൾ ഞാൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? പെട്രോളിൻ്റെ വില ഇങ്ങനെ കൂടിയാൽ വാഹനങ്ങളൊന്നും നിരത്തിലിറക്കാൻ പറ്റില്ല. സെയിം ലോജിക്കാണ്. ഇവിടെ നോക്കൂ, ഞാനും ശാലുവും എല്ലാ മാസവും ഇത് വാങ്ങാൻ തുടങ്ങിയാൽ എന്തോ എന്ന് പറയുന്നു. അപ്പോൾ ബബ്ലു പറയാണ്, ദാറ്റ് ഈസ് ട്രൂ, അത് ശരിയാണ്. വി മേ നോട്ട് ഹാവ് മണി ടു ബൈ ഹൗസ് ഹോൾഡ് ഗുഡ്സ്. നമുക്ക് ഹൗസ് ഹോൾഡ് ഗുഡ്സ് മേടിക്കാൻ പൈസ ഉണ്ടാവില്ല. അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ഞാനും ശാലുവും എല്ലാ മാസവും ഇത് വാങ്ങാൻ തുടങ്ങിയാൽ നമുക്ക് എന്തുണ്ടാവില്ല? ഹൗസ് ഹോൾഡ് ഗുഡ്സ് വാങ്ങിക്കാൻ പൈസ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് വിൽ നോട്ട് ഹാവ് മണി ടു ബൈ ഹൗസ് ഹോൾഡ് ഗുഡ്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായി. ഇനി നമുക്ക് അവിടെയും ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്യാം? പണി കുറയ്ക്കാം. എങ്ങനെയാണ്? വി മേ നോട്ട് ഹാവ് മണി ടു ബൈ ഹൗസ് ഹോൾഡ് ഗുഡ്സ് എന്ന് എഴുതാം. ഇതും കറക്റ്റാണ്. കാരണം ബില്ലിന് പകരം എന്ത് എഴുതുന്നു? മേ എഴുതുന്നു എന്നേ ഉള്ളൂ. അത് എഴുതി വെച്ചാലും മാർക്ക് കിട്ടും. ഓക്കെ, സോ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കണം. ഒരു 2 മിനിറ്റ് എക്സ്ട്രാ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, നമുക്കെല്ലാം ശരിയാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ടെൻഷൻ അടിക്കൽ കുറയ്ക്കണം. അപ്പോൾ നോക്കൂ, ദാറ്റ് ഈസ് ട്രൂ, വി മേ നോട്ട് ഹാവ് മണി ടു ബൈ ഹൗസ് ഹോൾഡ് ഗുഡ്സ്. ഓക്കെ, എന്നിട്ട് പറയാണ് വുഡ് യു മൈൻഡ്. എന്താണ് വുഡ് യു മൈൻഡ്? നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താണ് വുഡ് യു മൈൻഡ് എന്ന് പറയുന്നത്? വളരെ പൊളൈറ്റ് ആയിട്ടൊരു റിക്വസ്റ്റ് നടത്താൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വുഡ് യു മൈൻഡിൻ്റെ റൂൾ എന്താ? വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ വേർബിൻ്റെ ING ഫോമാണ് വരേണ്ടത്. വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ, വുഡ് യു മൈൻഡ് ഗിവിങ് ഇറ്റ് ടു മീ, വുഡ് യു മൈൻഡ് ഗോയിങ് ദർ. സോ വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ എപ്പോഴും ING. സോ ഇവിടെ എന്താണ് എഴുതേണ്ടത് എന്നൊന്ന് റെസ്പോൺസ് വായിച്ചു നോക്കി. സോ വുഡ് യു മൈൻഡ് ചോദിച്ച് ബബ്ലു എന്തോ ഒന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗൗരിയുടെ ഉത്തരം ഇതാണ്, നോ ദാറ്റ് ഈസ് ഇംപോസിബിൾ. അത് നടക്കുമോ? അത് നടക്കൂല, അത് നടക്കില്ല, അത് ഇമ്പോസിബിൾ ആണ്. ഐ കനോട്ട് സപ്പോർട്ട് യു ഇൻ മേക്കിംഗ് സാനിറ്ററി നാപ്കിൻസ് അറ്റ് ഹോം. എനിക്ക് നിങ്ങളെ വീട്ടിൽ സാനിറ്ററി നാപ്കിൻസ് ഉണ്ടാക്കുന്ന എന്ത് ചെയ്യാൻ പറ്റില്ല? സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇവിടുത്തെ വേർബ് ഏതാ? സപ്പോർട്ട് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ സപ്പോർട്ട്. അപ്പോൾ എന്താണ്? വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് സപ്പോർട്ടിൻ്റെ ING. Would you mind supporting me in making സാനിറ്ററി നാപ്കിൻസ് അറ്റ് ഹോം എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. സിമ്പിൾ ആസ് ദാറ്റ്. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് സെറ്റ് ബി ആണ്. നോക്കൂ, ഇവിടെ നറേറ്ററും മാഡവും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. പ്രെഫറൻസ് നാഷണൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്പർ 14 ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ഞാൻ പറയാനുള്ള കാര്യം, ചിലപ്പോൾ ഇത് അടുത്ത വർഷം ആരെങ്കിലും കാണുമ്പോൾ, ഓണപരീക്ഷയൊക്കെ കാണുമ്പോൾ എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ആദ്യത്തെ ചാപ്റ്റർ ഓണ എക്സാമിനുണ്ട്. നറേറ്റർ, ഗുഡ് ഈവനിങ് മാഡം. അപ്പം മാഡം, ഗുഡ് ഈവനിങ്, യു ആർ ദ വൺ ഹു റാങ്ക് മീ അപ്പ് യെസ്റ്റർഡേ. അതായത് ഈ റാങ്ക് അപ്പ് എന്നൊക്കെയാണ് നമ്മുടെ ഹോമോണിംസ് വന്നത്. റാങ്ക് മീ അപ്പ് യെസ്റ്റർഡേ ടു അപ്ലൈ ഫോർ ദ ട്യൂട്ടറിംഗ് ജോബ്. എന്താണത്? ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലേ? യു ആർ ദ വൺ, നീയാണ് അല്ലേ, നീ ആണല്ലോ അല്ലെ, നീ അല്ലേ. സോ അവിടെ ആറാണ് ഓക്സിലറി വെർബ്. യു ആർ ദ വൺ ഹു റാങ്ക് മീ അപ്പ് യെസ്റ്റർഡേ ടു അപ്ലൈ ഫോർ ദ ട്യൂട്ടറിംഗ് ജോബ് പോസിറ്റീവ് ആണ്. സോ ആറിൻ്റെ കൂടെ നോട്ട് ചേർക്കുന്നു. സബ്ജക്റ്റ് യു ആണ്. ആൻസർ എന്താണ്? R into ആണ്. ഒന്നാമത്തെ ആൻസർ എന്താണ്? R into ആണ്. ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രശ്നമൊന്നുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് യെസ് മാം. എന്നിട്ട് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പാണ്. സൂക്ഷിച്ച് നോക്കണേ, ഇവിടെ ഉണ്ണി ഫുൾ സ്റ്റോപ്പാണുള്ളത്. എന്നിട്ട് ഇവിടെ എന്തോ ഒരു നമ്മൾ എഴുതി, ഇവിടെ എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നു. എന്താണ് നമുക്കറിയില്ല, പക്ഷെ ഉത്തരം എന്താണ്? മൈ ഡോട്ടർ നീഡ്സ് ഹെൽപ്പ് വിത്ത് ഫ്രഞ്ച്. ബാക്കി നമുക്ക് വായിക്കാം. ഐ ആം സോറി നമുക്ക് വായിക്കാം. എൻ്റെ ഡോട്ടർക്ക് ഫ്രഞ്ച് പഠിക്കാനൊരു സഹായം വേണമായിരുന്നു. അതാണ്. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ വായിക്കുക. ഗുഡ് ഈവനിങ്, നിങ്ങളല്ലേ എന്നെ ഇന്നലെ വിളിച്ചത് അല്ലേ? അതെ. അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും പിന്നെ നറേറ്റർ ചോദിച്ചിട്ടുണ്ടാവുക, ഫാക്ടോഡിയം ചോദിച്ചിട്ടുണ്ടാവുക, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഞാനാണ് വിളിച്ചത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഒരിക്കലും എന്ത് ചോദിക്കരുത്? വാട്ട് ഡു യു വാണ്ട് എന്ന് ചോദിക്കരുത്. വാട്ട് ഡു യു വാണ്ട് അത്ര പൊളൈറ്റ് അല്ല അല്ലേ? നിങ്ങൾ ഒരാൾ ചോദിക്കണം വാട്ട് ഡു യു വാണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടേ? അങ്ങനെയല്ല. അത് കുറച്ചുകൂടെ പൊളൈറ്റായിട്ട് ചോദിക്കണം. എങ്ങനെ ചോദിക്കാം? അപ്പം അവിടെയും നമ്മുടെ കോമൺ സെൻസ് വർക്ക് ചെയ്യണം. അവിടെയും നമ്മൾ യെസ് ഓർ അല്ലെങ്കിൽ ഈ ക്വാസ്മോടെ പിന്നാലെ പോയാൽ തെറ്റിപ്പോവും. നോക്കൂ എങ്ങനെയാണ്. ഒന്നിക്കെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാം? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് ചോദിക്കാം? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് ചോദിക്കാം. ഒന്നിക്കെങ്കിൽ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ പൊളൈറ്റായിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന അർത്ഥത്തിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇതാണ് രണ്ടാമത്തെ ആൻസർ. മൂന്നാമത്തത്, മൈ ഡോട്ടർ നീഡ്സ് ഹെൽപ്പ് വിത്ത് ഫ്രഞ്ച് ബട്ട് ഐ ആം സോറി. പക്ഷേ
എന്നോട് ക്ഷമിക്കണം. ഇഫ് യു വേർ എ യൂറോപ്യൻ, ശ്രദ്ധിച്ചു കേട്ടോ, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞൊരു കേസാണിത്. ഇത് ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസിൽ വേറാണ് മെയിൻ വേർബായിട്ട് വന്നത്. വേറെ ഒന്നുമില്ല, വേറെ മെയിൻ വേർബാണ്. സംശയം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കാണാം, ഈസ്, ആം, ആർ, ഇവർ 3 പേരും V1 ആണ്. വോസ്, വേർ, ഇവർ 2 പേരും ആരാണ്? V2 ആണ്. ഇവർ 2 പേരും V2 ആണ്. അപ്പോൾ ഇവിടെ ഇഫ് യു വേർ എ യൂറോപ്പിൽ V2 ആണ് വന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വുഡ് പ്ലസ് V1ലേക്കോ കുഡ് പ്ലസ് V1ലേക്കോ മാറ്റണം. അപ്പോൾ ഇഫ് യു വേർ എ യൂറോപ്യൻ, നിങ്ങളൊരു യൂറോപ്യനായിരുന്നെങ്കിൽ, നീ ഒരു യൂറോപ്യനായിരുന്നെങ്കിൽ ഡാഷ്. ഓക്കെ, നറേറ്റർ, ഹയർ ഓൺലി യൂറോപ്യൻസിനെ മാത്രമേ ഹയർ ചെയ്യുള്ളൂ എന്നോ? അപ്പോൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നീ ഒരു യൂറോപ്യനായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഹയർ ചെയ്തേനെ. അവിടെ നമ്മുടെ കോമൺ സെൻസ് വീണ്ടും വർക്ക് ചെയ്തു. സോ ഞാൻ നിന്നെ ഹയർ ചെയ്തേനെ. ഐ വുഡ് ഹയർ യു. അപ്പോഴാണ് ഈ ആൻസർ വരുന്നത്. ഹയർ ഓൺലി യൂറോപ്യൻസിനെ ഇവിടെ വീണ്ടും ഐ വുഡ് ഹയർ യുവിന് പകരം ഐ വുഡ് സെലക്ട് യു എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഈ അപ്രോപ്രിയേറ്റ് ആയാൽ മതി. ഓക്കെ, ഞാനിവിടെ ഒരു ആൻസർ കീൽ വരാൻ സാധ്യതയുള്ള ഉത്തരമാണ് പറയുന്നത്. ഐ വുഡ് ഹയർ യു. ഹയർ ഓൺലി യൂറോപ്യൻസ്. ഡസ് ബീങ് യൂറോപ്യൻ റിയലി മാറ്റർ? യൂറോപ്യൻ ആവുക എന്നുള്ളത് ശരിക്കും മാറ്റർ ചെയ്യുന്നൊരു കാര്യമാണ്. എൻ്റെ എഡ്യൂക്കേഷൻ, എൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലേ നോക്കേണ്ടത്? ഓഫ് കോഴ്സ് ഇറ്റ് ഡസ് മാറ്റർ. ഇത് ചിലർക്ക് ഇത് നമ്മളെ പറ്റിക്കാൻ തന്നെയാണ്. ഇവിടെ ഐ ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഹാഡ് എന്നാണ്. ഐ ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഹാഡ്. അപ്പോൾ ഐ ഹാഡ് ബെറ്റർ നോട്ട്. ഈ നോട്ട് ഉണ്ടെങ്കിലും ഹാഡ് ബെറ്റർ റൂൾ റിമെയിൻസ് ദ സെയിം. ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ V1 ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ബേസ് ഫോം എഴുതാൻ പാടുള്ളൂ. ഐ ഹാഡ് ബെറ്റർ നോട്ട് ഡാഷ്. എന്താണെന്ന് അറിയണമെങ്കിൽ ഇത് ആൻസർ മൊത്തം വായിക്കണം. ദാറ്റ് ഈസ് അൺഫെയർ മാഡം. അത് അന്യായമാണ് മാഡം. ഐ ആം വെൽ ക്വാളിഫൈഡ് ആൻഡ് ഹാവ് ഡിഗ്രി ഇൻ ഫ്രഞ്ച്. ഞാൻ ക്വാളിഫൈഡ് ആണ്, എനിക്ക് ഡിഗ്രി ഉണ്ട് ഫ്രഞ്ചിൽ. ഹൗ വിൽ ഐ മെസ് അപ്പ് യുവർ ചൈൽഡ്സ് എഡ്യൂക്കേഷൻ? ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ നശിപ്പിക്കുക, മെസ്സപ്പ് ചെയ്യുക? അപ്പോൾ എന്തോ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ഐ ഹാഡ് ബെറ്റർ നോട്ട്. എനിക്ക് എന്താണ് നല്ലത്? എൻ്റെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ നശിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ മെസ്സപ്പ് ചെയ്യുക? സോ ആൻസർ എന്താ വരിക? ഐ ഹാഡ് ബെറ്റർ നോട്ട്, മെസ്സപ്പിൻ്റെ V1 മെസ്സപ്പ് മൈ ചൈൽഡ്സ് എഡ്യൂക്കേഷൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഐ ഹാഡ് ബെറ്റർ നോട്ട് മെസ്സപ്പ് മൈ ചൈൽഡ്സ് എഡ്യൂക്കേഷൻ. അടുത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഇതാണ് നമ്മുടെ 3ാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇതുവരെ കേട്ടിരുന്നെങ്കിൽ, ഇത്രയും നേരം നിങ്ങൾ കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവാം. വീണ്ടും നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു വരുന്നത്. ഒരു ലൈക്ക് കൂടെ എന്ത് ചെയ്യുക, ഒരു സ്നേഹം. ഓക്കെ, ഒരു ലൈക്ക് കൂടെ എന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഇവിടെ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മേയർ ആൻഡ് ഹോച്ച്കോം. സെറ്റ് സിയിലെ ക്വസ്റ്റ്യൻ ആണ്. മേയർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിസ്റ്റർ ഹോച്ച്കോം, യു വേർ സീൻ പിക്കിംഗ് അപ്പ് എ പോക്കറ്റ് ബുക്ക് ഫ്രം ദ മാർക്കറ്റ് റോഡ് ദിസ് മോർണിംഗ്. നിങ്ങൾ ആരെങ്കിലും അടുത്ത വർഷമൊക്കെ ഈ വീഡിയോ ഓണപരീക്ഷയുടെ സമയത്താണ് കാണുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം മുതലുള്ള ചാപ്റ്ററാണ്. ചാപ്റ്റർ നമ്പർ 9, നിങ്ങളുടെ 1ാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ 9ാമത്തെ ചാപ്റ്റർ, പീസ് ഓഫ് സ്ട്രിംഗ് എന്നാണ് ഇത് വരുന്നത്. ഓക്കെ, സോ മിസ്റ്റർ ഹോച്ച്കോം, യു വേർ സീൻ പിക്കിംഗ് അപ്പ് എ പോക്കറ്റ് ബുക്ക് ഫ്രം ദ മാർക്കറ്റ് റോഡ് ദിസ് മോർണിംഗ്. സോ ഇത് ക്വസ്റ്റ്യൻ ടാഗാണ്. യു വേർ സീൻ, നിന്നെ കണ്ടല്ലോ എന്നാണ്. സോ ഇവിടുത്തെ ഓക്സിലറി വെർബ് വേർ ആണ്. വേർ. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നോട്ട് ആഡ് ചെയ്യുന്നു. സബ്ജക്റ്റ് യു ആണ്. സോ ആൻസർ വേർ ഇൻ ടു ആണ്. ആൻസർ എന്താണ്? വേർ ഇൻ ടു ആണ്. അടുത്തത്, നോ യുവർ ഓണർ. ഇല്ല യുവർ ഓണർ ഡാഷ്. എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ഉത്തരം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, ഞാൻ എന്തു മാത്രമേ എടുത്തുള്ളൂ, ഒരു പീസ് ഓഫ് സ്ട്രിങ് എടുത്തുള്ളൂ. നിങ്ങൾ പോക്കറ്റ് ബുക്ക് എടുക്കുന്ന കണ്ടല്ലോ. ഇല്ല യുവർ ഓണർ, ഞാൻ പോക്കറ്റ് ബുക്ക് എടുത്തിട്ടില്ല. അപ്പോൾ എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ ഉത്തരം ഞാൻ പീസ് ഓഫ് സ്ട്രിങ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായിരിക്കും ചോദ്യം? നീ എന്താണ് പിന്നെ എടുത്തത്? അപ്പോൾ എന്താണ് എടുത്തത് എന്നുള്ളത് നമ്മൾ ഈ ഫോർമാറ്റിലല്ലേ എഴുതാൻ നോക്കുന്നത്. ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി വെർബ്, മെയിൻ വെർബ്, അത് സ്ക്വാസ്മോ. അപ്പോൾ എന്ത് എന്നതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ്, എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? വാട്ട് ആണ്. എന്താണ് നീ എടുത്തത്? അടുത്ത് നമുക്ക് ഓക്സിലറി വെർബ് വേണം. ഉത്തരം വായിച്ചു നോക്കുക. ഐ പിക്ക്ഡ് അപ്പ് ഓൺലി എ സ്മോൾ പീസ് ഓഫ് സ്ട്രിങ്. അവിടെ എവിടെയും എന്തില്ല, ഡയറക്റ്റ് ആയിട്ട് നേരെ ചൊവ്വേ ഓക്സിലറി വെർബ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇയാളെ സാധാരണ ചെയ്യുന്നത് പോലെ മെയിൻ വെർബ് സബ്ജക്റ്റായ ഐയുടെ തൊട്ടടുത്തുള്ള മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഇതാ, പിക്ക്
പിക്ക്ഡ് അപ്പിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു? ഡിഡ് പ്ലസ് പിക്കപ്പ് എന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓക്സിലറി വേർബ് കിട്ടി. എന്താണ് ഓക്സിലറി വേർബ്? വാട്ട് ഡിഡ്. അടുത്തത് സബ്ജക്റ്റ് വേണം. സബ്ജക്റ്റ് യു ആണ്. നീ എന്താണ് എടുത്തത്? മെയിൻ വേർബ് എടുത്തത്. ഇത്രയും നേരം പിക്ക്ഡ് അപ്പ് ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ നമ്മൾ ഡിഡ് പുറത്തേക്ക് എടുത്തു. ഇനി പിക്കപ്പേ ബാക്കിയുള്ളൂ. സോ വാട്ട് ഡിഡ് യു പിക്കപ്പ്? വാട്ട് ഡിഡ് യു പിക്കപ്പ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പിന്നെ നീ എന്താ എടുത്തത്? വാട്ട് ഡിഡ് യു പിക്കപ്പ് ദെൻ? വാട്ട് ഡിഡ് യു പിക്കപ്പ് ദെൻ? കിട്ടിയോ? കിട്ടി. അടുത്തത് I picked up only a small piece of string. ഞാനൊരു സ്മോൾ പീസ് ഓഫ് സ്ട്രിങ് മാത്രമേ എടുത്തിട്ടുള്ളൂ, യുവർ ഓണർ. എന്നെ വിശ്വസിക്കണം യുവർ ഓണർ എന്ന് പറയുന്നു. അപ്പം മേയർ മിസ്റ്റർ മലൻഡൈൻ സേസ് ഹീ സോ യു പിക്ക് അപ്പ് ദ പോക്കറ്റ് ബുക്ക്. മിസ്റ്റർ മലൻഡൈൻ പറയുന്നു നിങ്ങൾ പോക്കറ്റ് ബുക്ക് എടുക്കുന്നത് അയാൾ കണ്ടു എന്ന്. ഹോച്ച്കോം ഞാനോ? ഞാൻ പോക്കറ്റ് ബുക്ക് എടുക്കാനോ? ഐ നീഡ് ടു ക്ലിയർ മൈ നെയിം. എൻ്റെ നെയിം, എൻ്റെ സൽപ്പേര് എനിക്ക് കാക്കണം. എനിക്ക് എൻ്റെ പേര് ക്ലിയർ ചെയ്യണം. വുഡ് യു മൈൻഡ്. നമുക്കറിയാവുന്ന റൂളാണെന്ത്? വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ വേർബിൻ്റെ ING ഫോമാണ് എഴുതേണ്ടത്. വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ വേർബിൻ്റെ ING ഫോമാണ് എഴുതേണ്ടത്. ആൻഡ് അപ്പോൾ എന്താണ് എന്തോ ഒരു റിക്വസ്റ്റ് ആണ് ചെയ്തത്, എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആൻസർ വായിക്കുന്നു. ദാറ്റ്സ് ഫൈൻ, അത് കുഴപ്പമൊന്നുമില്ല. ഐ വിൽ ആസ്ക് മൈ ഒഫീഷ്യൽസ് ടു സെർച്ച് യു. ഞാൻ എൻ്റെ ഒഫീഷ്യൽസിനോട് നിന്നെ സെർച്ച് ചെയ്യാൻ വേണ്ടി പറയാം. സോ ഞാനായിരുന്നെങ്കിൽ, ഒരു മടിയനായ കുട്ടിയായിരുന്നു ഞാൻ എന്ത് ചെയ്യും? വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് ഞാൻ സിമ്പിളായിട്ട് എന്ത് എഴുതും? ഇങ്ങനെ എഴുതും. വുഡ് യു മൈൻഡ് സെർച്ചിങ് മീ? വുഡ് യു മൈൻഡ് സെർച്ചിങ് മീ? ഉത്തരായി. വുഡ് യു മൈൻഡ് സെർച്ചിങ് മീ ആൻസർ കിട്ടി. നിങ്ങൾക്ക് അത് കുറച്ച് സിമ്പിൾ ആൻസറാണ്. എന്ത്? വുഡ് യു മൈൻഡ് സെർച്ചിങ് മീ. ഇനി അല്ല, നിങ്ങൾക്ക് മൂക്ക് പിടിക്കാം. എങ്ങനെ? വുഡ് യു മൈൻഡ് ആസ്കിങ് യുവർ ഒഫീഷ്യൽസ് ടു സെർച്ച് മീ? അങ്ങനെ ഞാൻ പറയാം. നിങ്ങൾക്ക് എന്നെ സെർച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒഫീഷ്യൽസിനോട് സെർച്ച് ചെയ്യാൻ പറയാം. ശരി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് പറയാം? വുഡ് യു മൈൻഡ് ആസ്കിങ് യുവർ ഒഫീഷ്യൽസ് ടു സെർച്ച് മീ എന്നും പറയാം. കുഴപ്പമൊന്നുമില്ല. രണ്ടും റെഡിയാണ്, രണ്ടും ശരിയാണ്. അടുത്തത് ഹോച്ച്കോം. നൗ സീ നത്തിങ് ഈസ് ഫൺ. ഇപ്പോൾ നോക്കൂ, ഒന്നും കാണാനില്ല. ഐ ടോൾഡ് യു ഐ ആം ഇന്നസെൻറ്റ്. അല്ല, ഞാൻ പറഞ്ഞു ഞാൻ ഇന്നസെൻ്റ് ആണ്. നോക്കൂ, ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. മേയർ ഐ സ്റ്റിൽ ഹാവ് മൈ ഡൗട്ട്സ് ആസ് മലൻഡൈൻ ഈസ് എ മാൻ ഓഫ് ക്രെഡൻസ്. പക്ഷേ എനിക്കിപ്പോഴും നിങ്ങളുടെ ഡൗട്ട് ഉണ്ട്. കാരണം മലൻഡൈൻ വിശ്വസനീയനായ ക്രെഡിബിളായ ഒരു മനുഷ്യനാണ്. ഐ വുഡ് റാദർ യു. ഇന്നലത്തെ ലൈവിൽ നാച്ചു സാറ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഐ വുഡ് റാദർ യു. ഐ വുഡ് റാദർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രിഫറൻസ് പറയാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. നമ്മുടെ പ്രിഫറൻസ് പറയാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഐ വുഡ് റാദർ ഈറ്റ് ബിരിയാണി. ഐ വുഡ് റാദർ ഈറ്റ് ബിരിയാണി, അല്ലെങ്കിൽ ഐ വുഡ് റാദർ ഈറ്റ് മന്തി. എന്നാൽ ഐ വുഡ് റാദർ യു എന്ന് പറയുമ്പോൾ അതൊരാൾ മറ്റൊരാളോട് ഇങ്ങനെ കാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറയാണ്. അപ്പോൾ എൻ്റെ മമ്മി എന്നോട് പറയാണ് ഐ വുഡ് റാദർ യു എയ്റ്റ് ഹെൽത്തി ഫുഡ് ദാൻ മന്തി. സോ അവിടെ ഒരാൾ മറ്റൊരാളോട് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയാണ്. അപ്പോൾ ഐ വുഡ് റാദർ യു കഴിഞ്ഞാൽ വേർബിൻ്റെ സെക്കൻഡ് ഫോം പാസ്റ്റ് ടെൻസ് ആണ് വരിക. അപ്പോൾ ഇവിടെ ഐ വുഡ് റാദർ യു കഴിയുമ്പോൾ ഏതോ ഒരു V2 വരണം. എന്താണ്? അപ്പോൾ ബാക്കിയുള്ള വായിച്ചു നോക്കുക. സർ ഹൗ ക്യാൻ ഐ റിട്ടേൺ സംതിങ് ദാറ്റ് ഐ ഹാവൻ ടേക്കൺ. സർ ഞാൻ എടുക്കാത്തൊന്ന് എങ്ങനെയാണ് തിരിച്ചു തരിക? പ്ലീസ് ട്രസ്റ്റ് മീ, എന്നെ വിശ്വസിക്കൂ. യു മേ ലീവ് ഫോർ നൗ. ഇപ്പോൾ നിങ്ങൾക്ക് പോവാം. അപ്പോൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നീ അത് തിരിച്ചു തരുന്നതാണ് നല്ലത്, റിട്ടേൺ ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ഐ വുഡ് റാദർ യു ആയതുകൊണ്ട് നമ്മൾ റിട്ടേണിൻ്റെ V2 ഉപയോഗിക്കണം. സോ ഐ വുഡ് റാദർ യു റിട്ടേൺ ദ പോക്കറ്റ് ബുക്ക്. അപ്പോൾ ശ്രദ്ധിക്കണേ, നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് വുഡ് റാദർ യു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? V2 എഴുതണം. ഓക്കെ, ഐ വുഡ് റാദർ യു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരൊറ്റ വീഡിയോയിൽ പഠിച്ചത്. ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയണം. സോ താങ്ക് യു എവറിബഡി. ദിസ് ഇസ് നാച്ചു സർ സൈനിങ് ഓഫ് ഫ്രം Xylem Learning. Happy learning everybody. Thank you.